SIR-ൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ഒരു സംഭവം നടക്കുന്നു. കരട് പട്ടിക വരാൻ പോവുകയാണ്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇതു മുതൽ ജനുവരി 22 വരെ കരട് പട്ടികയിന്മേൽ ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കാം. ഫെബ്രുവരി 14 വരെ ഹിയറിംഗുകൾക്കും പരിശോധനകൾക്കും സമയമുണ്ടാകും. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് സിബി ജോസഫാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സിബി, ഇന്ന് കരട് വോട്ടർ പട്ടിക വരുന്നു. വളരെ ആകാംക്ഷയോടുകൂടി ആളുകളെല്ലാം കാത്തിരിക്കുകയാണ്. എന്താണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിക്കുന്നത്? എന്താണ് ഈ കരട് വോട്ടർ പട്ടിക എത്ര മണിക്കാണ് പ്രസിദ്ധീകൃതമാകുക? വെരി ഗുഡ് മോർണിംഗ് നൗഫൽ, ദിവ്യ. എന്തായാലും ഇന്നിപ്പോൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുകയാണ്. എല്ലാ വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടികളും നോക്കി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇന്നിപ്പോൾ വെബ്സൈറ്റ് വഴി ഈ ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്കറിയാം 24 ലക്ഷത്തിലധികം വോട്ടർമാർ ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടെന്ന കാര്യം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. ഇനി ബാക്കിയുള്ള എല്ലാവരുടെയും ഈ വോട്ടുകൾ എല്ലാവരുടെ പേരുകൾ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും വോട്ടർമാരെല്ലാം നിലയും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ കരട് വോട്ടർ പട്ടിക ഇന്നിപ്പോൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇന്ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ ഈ കരട് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും അപാകതയും പരാതിയും ഉണ്ടെങ്കിൽ അത് ഈ അടുത്ത മാസം, അതായത് ജനുവരി 21 വരെ ഈ പരാതികൾ അറിയിക്കാനുള്ള സാവകാശമുണ്ട്. അതിനുശേഷം ഫെബ്രുവരി 21 അന്തിമമായ ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അതിനു മുമ്പായി ഫെബ്രുവരി 14 തീയതി വരെ ഹിയറിംഗിനും മറ്റും പരിശോധനകൾക്കെല്ലാം തന്നെയും സമയവും നൽകിയിട്ടുണ്ട്. ഈ വോട്ടർ പട്ടിക കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 24 ലക്ഷത്തിലധികം വോട്ടർമാർ, അതായത് ഈ വർഷം ഒക്ടോബർ വരെ വോട്ടർ പട്ടികയിൽ 2,78,00,000 വോട്ടർമാരാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും 24 ലക്ഷത്തോളം വോട്ടർമാർ പുറത്തു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വോട്ടർ പട്ടികയിൽ നിന്നും കൃത്യമായി പരിശോധനകൾ ഇനിയിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിലയും വിധേയമാക്കുകയും ചെയ്യും. ഈ വോട്ടർ പട്ടികയുടെ വിവരങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റുകളെല്ലാം നിലയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. 2,78,00,000 വോട്ടർമാർ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഡിസംബർ 15 വരെയുള്ള പിന്നീട് വന്ന ഈ SIR ശേഷമുള്ള കരട് വോട്ടർ പട്ടിക ലിസ്റ്റ് പുറത്തുവരുമ്പോൾ ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് 24 ലക്ഷത്തോളം പേർ പുറത്തുപോയി എന്ന് പറയുമ്പോൾ അതിൽ ഇവർ കണക്കുകൾ അനുസരിച്ച് വ്യക്തമാക്കുന്നത് ഈ 6,44,000 പേർ മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ SIR-ലൂടെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ 7 ലക്ഷത്തോളം പേർ സ്ഥിരമായി താമസം മാറിയവരാണ്. 8,19,000 പേർ ഒന്നിൽ കൂടുതൽ തവണ പട്ടികയിൽ ഇടം പിടിച്ചവരാണ്. 1,31,000 പേർ മറ്റുള്ളവർ, അല്ലെങ്കിൽ 1,93,000 പേർ മറ്റുള്ളവർ, 1,31,000 പേർ കൂടുതൽ തവണ പട്ടികയിൽ ഇടം പിടിച്ചവർ എന്നിങ്ങനെയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഏകദേശം 24 ലക്ഷത്തോളം പേർ ഈ പട്ടികയിൽ നിന്ന് പുറത്തുപോയി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1,93,000 മറ്റുള്ളവർ എന്ന് പറയുന്ന ഗണം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ അത് തന്നെയാണ് ഇതിലൊരു വ്യക്തത ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇതിൽ കൃത്യമായി പറയുമ്പോൾ 1,93,000 പേർ അത് മറ്റുള്ളവർ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു പിഴവ് ഉണ്ട് എന്നുള്ള കാര്യമാണ് രാഷ്ട്രീയ പാർട്ടികളും മറ്റും ആരോപിക്കുന്നത്. എന്തായാലും ഇന്നലെ ചീഫ് സെക്രട്ടറി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അതായത് SIR-ലെ പാകപ്പിഴയും ചില പിഴവുകൾ സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കത്തയച്ചിട്ടുണ്ട്. ഈ കത്തിൽ പ്രധാനമായും പറയുന്നത് ഈ എന്യൂമറേഷൻ ഫോമുകൾ ലഭിക്കാത്തവരുടെ ലിസ്റ്റുകൾ ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. 2,7,78,00,000 വോട്ടർമാരുണ്ടെങ്കിൽ ഈ എല്ലാ വോട്ടർമാർക്കും എന്യൂമറേഷൻ ഫോമുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അല്ലെങ്കിൽ എന്യൂമറേഷൻ ഫോമുകൾ ലഭിക്കാത്തവരുടെ ലിസ്റ്റുകൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ SIR-നുള്ള നടപടികൾ 2 ആഴ്ച കൂടി എന്യൂമറേഷൻ ഫോമുകൾ സ്വീകരിക്കാനുള്ള ഒരു തീയതി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ എന്യൂമറേഷൻ ഫോം നൽകിയ ചിലരുടെ പേരുകളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ഒഴിവാക്കിയവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുണ്ട്. അതിൽ മാത്യു ടി തോമസും രാജാജി മാത്യു ഒക്കെ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കരട് പട്ടികയായിരിക്കില്ലേ ഇന്ന് വരിക? എന്തായാലും
ഇതിൽ പ്രധാനമായും ഇന്നലെ ചീഫ് സെക്രട്ടറി അയച്ച ഈ ഒരു കത്തിൽ ആവശ്യപ്പെടുന്നത് എനുമറേഷൻ ഫോമുകൾ, അതായത് എനുമറേഷൻ ഫോമുകൾ ശേഖരിക്കാൻ കഴിയാത്ത എനുമറേഷൻ ഫോമുകളുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ചില ബൂത്തുകളിൽ പോലും അസാധാരണമായ രീതിയിൽ ഇവയുടെ എണ്ണം വർദ്ധിച്ചു എന്നാണ്. അതായത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷൻ 138, അതായത് ശ്രീവരാഹം പോലീസ് സ്റ്റേഷനിലെ ബൂത്തിൽ 704 വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്തതായി ചൂണ്ടിക്കാട്ടുന്നു. അതായത് ആകെ 1200 വോട്ടർമാരാണ് ആ പോളിംഗ് ബൂത്തിലുള്ളത്. അത് ചില ബൂത്തിൽ അസാധാരണമായ രീതിയിൽ വോട്ടില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ മാത്രം ചൂണ്ടിക്കാട്ടുന്നത്. മറ്റ് ഇപ്പോൾ ദിവ്യ പറഞ്ഞ പോലെ തന്നെ തിരുവല്ല മണ്ഡലത്തിലെ MLA മാത്യു ടി തോമസും കുടുംബവും, അതുകൂടാതെ ഉല്ലൂർ മണ്ഡലത്തിലെ മുൻ MLA രാജാജി മാത്യുവും കുടുംബവും, മുൻ DGP രമൺ ശ്രീവാസ്തവയും കുടുംബവും, ഇവർക്കെല്ലാം തന്നെ വോട്ടവകാശം നഷ്ടപ്പെട്ടു എന്ന് അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്നലെ ചീഫ് സെക്രട്ടറി ഒരു വിശദമായ കത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അയക്കുകയും പിന്നീട് 2 ആഴ്ച കൂടി സമയം നീട്ടി വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ SIR-മായി അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ആദ്യമായി ഇന്ന് കരട് വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും എല്ലാ വോട്ടർമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ വരുന്ന ഒരു മാസക്കാലം ഇവർക്ക് പരാതികൾ ഉന്നയിക്കാനുള്ള ഒരു സാവകാശവും സമയവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും ഒരു ഫെബ്രുവരി 21 അന്തിമമായ ലിസ്റ്റ് വരിക.